കേരളത്തിൽ ഇലക്ട്രിക് ബസ്സുകളുടെ ഉപയോഗത്തെ സംബന്ധിച്ച് പലർക്കും ആശങ്കകളുണ്ടെങ്കിലും ഇന്ത്യയുടെ പൊതുഗതാഗതത്തിന്റെ ഭാവി വൈദ്യുതി വാഹനങ്ങൾ തന്നെയാകുമെന്ന സൂചന നൽകുകയാണ് കേന്ദ്ര സർക്കാർ. ഇതിനായി ഇന്ത്യയുടെ 4 പ്രധാന മെട്രോ നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന സുവർണ ചതുർഭുജ ഹൈവേയെ 2030 ഇലക്ട്രിക് വാഹന സൗഹൃദമാക്കാനുള്ള നടപടികളിലേക്ക് കേന്ദ്ര ഗതാഗത വകുപ്പ് കടന്നു. അഭിലാഷ് ജോൺ ജെയിംസ് തയ്യാറാക്കിയ എക്സ്പ്ലെയിനർ കാണാം. സുവർണ ചതുർഭുജം അഥവാ ഗോൾഡൻ കോർഡിലേറ്റർ ദില്ലി, കൊൽക്കത്ത, ചെന്നൈ, മുംബൈ എന്നീ മെട്രോ നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന 6000 കിലോമീറ്റർ ദൂരം വരുന്ന റോഡ് ശൃംഖല. ഈ ഹൈവേയിൽ സുപ്രധാനമായ ഒരു അടിസ്ഥാന സൗകര്യ വികസനത്തിന് തുടക്കം കുറിക്കുകയാണ് കേന്ദ്ര ഗതാഗത വകുപ്പ്. ലക്ഷ്യം സുവർണ ചതുർഭുജത്തെ ഇലക്ട്രിക് ഹൈവേ ആക്കുക. 2 രീതികളിലാകും പദ്ധതി നടപ്പാക്കുക. ആദ്യമായി പൊതുഗതാഗത വാഹനങ്ങൾക്കാകും ഊന്നൽ, പ്രത്യേകിച്ച് ബസ്സുകൾ. രാജ്യത്തെ പ്രധാനപ്പെട്ട ഡീസൽ ബസ് ഉടമകളുമായി കേന്ദ്ര ഗതാഗത വകുപ്പ് പ്രാരംഭ ചർച്ചകൾ നടത്തിക്കഴിഞ്ഞു. ആദ്യഘട്ടത്തിൽ 8 ലക്ഷം ഡീസൽ ബസ്സുകൾക്ക് പകരം ഇലക്ട്രിക് ബസ്സുകൾ വരും. ഈ ഇലക്ട്രിക് ബസ്സുകൾക്ക് വേണ്ടി ഹൈവേയുടെ വിവിധ ഇടങ്ങളിൽ ചാർജിംഗ് സംവിധാനങ്ങൾ ഒരുക്കും. സൗകര്യങ്ങൾ വന്നാൽ സ്വകാര്യ വാഹന ഉടമകളും മെല്ലെ ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് മാറുമെന്ന് കേന്ദ്ര സർക്കാർ പ്രതീക്ഷിക്കുന്നു. രണ്ടാമതായി സുവർണ ചതുർഭുജത്തെ പൂർണ്ണമായും ഒരു ഇലക്ട്രിക് ഹൈവേ ആക്കി മാറ്റുക എന്നതാണ്. അതിനായി നിലവിൽ റെയിൽവേ പാളങ്ങളിലുള്ള ഇലക്ട്രിക് ലൈനുകൾ പോലെ ഹൈവേകളിൽ വൈദ്യുതി ലൈനുകൾ സ്ഥാപിക്കും. ആ ലൈനുകളുടെ സഹായത്തോടെ വാഹനങ്ങൾ നീങ്ങും. ജർമ്മനിയിൽ ഇതിനോടകം തന്നെ ഇത്തരം ഹൈവേകൾ ഉള്ളത് മാതൃകയാകും. ഇലക്ട്രിക് ഹൈവേകളുടെ നിർമ്മാണം ബിൽഡ് ഓപ്പറേറ്റ് ട്രാൻസ്ഫർ മോഡലിൽ സ്വകാര്യ കമ്പനികളാകും പൂർത്തിയാക്കുക. പിന്നീട് ഒരു നിശ്ചിത കാലയളവിലേക്ക് ഇതിന്റെ നടത്തിപ്പും നിർമ്മിക്കുന്ന കമ്പനിക്കായിരിക്കും. ടോളുകളിലൂടെയും മറ്റും ഈ സ്വകാര്യ കമ്പനികൾ ലാഭമുണ്ടാക്കിയ ശേഷം സർക്കാരിന് കൈമാറും. കാർബൺ ബഹിർഗമനം കാരണമുണ്ടാകുന്ന വായുമലിനീകരണം വലിയ അളവിൽ കുറയ്ക്കാനാകുമെന്നതാണ് ആദ്യ നേട്ടം. നിലവിലെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ മൂലമുണ്ടാകുന്ന ശബ്ദമലിനീകരണവും കുറയ്ക്കാനാകും. 6000 കിലോമീറ്റർ ദൂരം വരുന്ന ഹൈവേയിൽ ഇത്രയും വലിയൊരു അടിസ്ഥാന സൗകര്യ വികസനം വെറും 7 വർഷം കൊണ്ട് പൂർത്തിയാക്കുക വെല്ലുവിളിയാണെങ്കിലും പദ്ധതി പൂർത്തിയായാൽ രാജ്യത്തിന്റെ ഗതാഗത സംവിധാനത്തിൽ വിപ്ലവകരമായ മാറ്റമാകും